അനുഗ്രഹിക്കട്ടെ. ആമീൻ. നാം ജീവിക്കുന്നത് വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വളരെയധികം പുരോഗമിച്ചു. മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റും മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറി. ഇത്രയധികം സൗകര്യങ്ങൾ ഉണ്ടായിട്ടും പലപ്പോഴും മനുഷ്യ മനസ്സിന് സമാധാനം നഷ്ടപ്പെടുന്നു. അല്ലാഹു പറയുന്നു, ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ്. ഇസ്ലാം ഒരു ആരാധന സമ്പ്രദായം മാത്രമല്ല, ഒരു മനുഷ്യന്റെ നന്മയുടെയും വ്യക്തിജീവിതത്തിന്റെയും കുടുംബജീവിതത്തിന്റെയും നന്മയിലേക്ക് നയിക്കുന്ന ഒരു സമ്പൂർണ്ണ ജീവിത മാർഗമാണ്. അല്ലാഹു പറയുന്നു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. ഇസ്ലാമല്ലാത്ത മറ്റൊരു മതത്തെ ആരെങ്കിലും തേടുന്നുവെങ്കിൽ അത് അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല. നമ്മുടെ കുടുംബജീവിതത്തിലും ഇസ്ലാമിന്റെ പ്രസക്തി വളരെ വലുതാണ്. അല്ലാഹു പറയുന്നു, വബിൽ വാലിദൈനി ഇഹ്സാന. മാതാപിതാക്കളോട് നന്മയിൽ പെരുമാറുക, അവരെ ബഹുമാനിക്കുക, കുട്ടികളോട് സ്നേഹത്തിൽ പെരുമാറുക, ബന്ധുക്കളെ സന്ദർശിക്കുക, അയൽക്കാരെ സഹായിക്കുക എന്നിവയെല്ലാം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. സ്നേഹം ചോർന്നു പോകുന്ന ഇക്കാലത്ത് മുത്തുനബിയിലേക്ക് തിരികെ നടക്കേണ്ടതുണ്ട്. ഭൂമിയിലുള്ളവരോട് മുഴുവനും സ്നേഹം പുലർത്തണമെന്നാണ് മുത്തുനബി നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെട്ട ഇന്നത്തെ തലമുറക്ക് ആശ്വാസം നൽകുന്നത് അല്ലാഹുവിനെ ഓർമ്മൽ കൊണ്ടാണ്. അല്ലാഹു ഖുർആനിൽ പറയുന്നു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ടത്രേ മനസ്സുകൾ ശാന്തമാകുന്നത്. ഇപ്പോൾ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ലഹരി ഉപയോഗം. മദ്യം, മയക്കുമരുന്ന് പോലുള്ളവ യുവാക്കളെയും കുടുംബത്തെയും സമൂഹത്തെയും ബാധിക്കുന്നു. ആരോഗ്യം, സമ്പത്ത് നഷ്ടപ്പെടുന്നതിനൊപ്പം കുടുംബ പ്രശ്നങ്ങൾ വർദ്ധിക്കാനും ലഹരി കാരണമാകുന്നു. ഇത്തരം സന്ദർഭങ്ങളിലും ഇസ്ലാമിന്റെ പ്രസക്തി വളരെ വലുതാണ്. നമ്മുടെ ബുദ്ധിയും ശരീരവും അല്ലാഹു നമുക്ക് നൽകിയ അമാനത്തുകളിലൊന്നാണ്. ആ ബുദ്ധിയെ നശിപ്പിക്കുന്ന ലഹരിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഇസ്ലാം ശക്തമായി പ്രതിരോധിക്കുന്നു. അവസാനമായി ഒരു കാര്യം പറയട്ടെ. കാലം മാറുന്നു, ജീവിത രീതി മാറുന്നു, എന്നാൽ മനുഷ്യന്റെ നന്മയുടെയും സമാധാനത്തിന്റെയും നീതിയുടെയും ആവശ്യങ്ങൾ ഒരിക്കലും മാറുന്നില്ല. അതിനാൽ വർത്തമാനകാലത്ത് ഇസ്ലാം ഏറെ പ്രസക്തമാണ്. അല്ലാഹു